രാവിലെ മുതൽ രാത്രി വരെ കൈവെള്ളയിൽ ഇരിക്കുന്ന മൊബൈലിലൂടെ എന്ത് കാണണം എന്ത് കാണണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാവരുത്, എന്റെ നബിയാവണം. ഞാൻ ഏത് കാണുമ്പോഴാണ് എന്റെ പുണ്യ നബിക്ക് ഇഷ്ടമുണ്ടാവുക, ഞാൻ എന്ത് കാണുമ്പോഴാണ് എന്റെ പുണ്യ നബിക്ക് നോവുക. ഇത് രണ്ടും നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊരു തെറ്റു ചെയ്യുമ്പോൾ ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും വേദനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി വേദനിക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ തങ്ങളെ നോവിക്കാൻ പാടില്ല. അതാണ് എന്റെ കൽവിൽ വരേണ്ടത്. പൊന്നു പെങ്ങളെ, പാതിരാവിന്റെ പഴുതിൽ മൊബൈൽ ഓണാക്കിയിട്ട് നീ സിനിമ കണ്ടാൽ, വൃത്തികേടുകൾ കണ്ടാൽ മദീനത്ത് കിടക്കുന്ന നേതാവിന് വേദനിച്ചു പോകും. നീ ഒരു അന്യപുരുഷനുമായി ചാറ്റു ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേദനയാകും. അതേ സമയത്ത് നീ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ നിന്നെ കണ്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കും. മോളെ, ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്നതാണ് നീ ഇഷ്ടം വെക്കുന്നതെങ്കിൽ നീ ഒരു മുഹിബ്ബാണ്, ആശിഖാണ്. ഹബീബായ തങ്ങള് വേദനിക്കുന്നത് നിനക്ക് വിഷയമല്ലെങ്കിൽ ഒന്നും ആവാൻ പോണില്ല. നമ്മൾ തെറ്റ് ചെയ്യുമ്പോ നമുക്ക് വേണ്ടി നോവുന്ന ഒരു നബിയുണ്ട്. അതുകൊണ്ട് തങ്ങളെ നോവിക്കല്ലേ. പാതിരാത്രിയിൽ കമ്പനി അടിച്ച് കമന്റ് അടിച്ച് അനാവശ്യങ്ങൾ കണ്ട് കേട്ട് ക്ലബടിച്ച് ചെറുപ്പക്കാര് ഒത്തുകൂടുമ്പോൾ, ഓ യുവാവേ, നീ അതിന്റെ ഭാഗമാകരുത്. എന്തുകൊണ്ടാവരുത്? മദീനയിൽ കിടക്കുന്ന രാജാവിന് വേദനിച്ചു പോകും. അതുകൊണ്ട് നീ അതിൽ പെടല്ലേ മോനെ. ഓ പെങ്ങളെ, കൂട്ടുകൂടി ചങ്ങാത്തം കൂടി പല കാര്യങ്ങളും പറഞ്ഞും ചെയ്തും കണ്ടും പോകുമ്പോൾ അരുതായ്മകളിൽ വീണു പോകല്ലേ. അതുകൊണ്ട് വേദനിക്കുന്ന ഒരു നബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.